ജീവിതത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. സ്നേഹിതർ സമ്മാനിച്ച, അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ സമ്മാനിച്ച, വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, അയൽവാസികൾ, എന്തിനു വേണം പറയാൻ, അപരിചിതർ പോലും എനിക്ക് ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷങ്ങളിൽ ഏറ്റവും തിളക്കമേറിയ നിമിഷങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ നെഞ്ചകം കീറി മുറിച്ച, നിങ്ങളുടെ നെഞ്ചകം കീറി മുറിച്ച ഫറാത്ത് മോൻ്റെ ആ പൊട്ടിക്കരച്ചിലിൽ നിന്ന് അവൻ പിന്നീട് ആ പൊട്ടിക്കരച്ചിലിൽ നിന്ന് മുക്തമായിട്ട് പുഞ്ചിരിച്ച ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും തിളക്കമേറിയ നിമിഷം. വല്ലാത്തൊരു രസമായിരുന്നു ആ നിമിഷം. ഞാൻ ആസ്വദിച്ചിരുന്നു ആ നിമിഷം. കൂടെയുണ്ടായിരുന്ന റിയാസ് കുന്നിലും ജാബിർ കുന്നിലും പബ്ലിക് കേരളയുടെ ക്യാമറ പേഴ്സണായിട്ടുള്ള വിമിഷ വിനോദുമൊക്കെ ആ നിമിഷം വളരെയധികം ആസ്വദിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കൊരു വീട് വേണമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു നന്ദി എന്ന്. സ്നേഹത്തിൻ്റെ ആ ചിരിയിൽ പറയുന്നു ഒരുപാട് സ്നേഹം മാത്രമേ എനിക്ക് നൽകാനുള്ളൂ എന്ന്. ഒപ്പം എടുത്തു പറയേണ്ടത് പബ്ലിക് കേരളയുടെ സ്ഥിരം പ്രേക്ഷകനായ, പബ്ലിക് കേരള എന്നും കാണുന്ന, പബ്ലിക് കേരളയെ എന്നും വീക്ഷിക്കുന്ന, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് റാഫി കുഴുവേലിയിലെന്ന ആ മഹാമനുഷ്യനെയാണ്. ആ മഹാമനുഷ്യൻ്റെ കാരുണ്യത്തെയാണ്. പ്രവാസി വ്യവസായിയായിട്ടുള്ള ആ മഹാമനുഷ്യൻ പബ്ലിക് കേരളയുടെ വീഡിയോ പുറത്ത് വന്ന ഉടൻ തന്നെ പ്രഖ്യാപിച്ചു, 12 ലക്ഷം രൂപയുടെ ഒരു വീട് ഞാൻ ആ കുടുംബത്തിന് നിർമ്മിച്ചു നൽകും എന്ന്. ഒപ്പം പറഞ്ഞു ആ കുടുംബത്തിന് എല്ലാ മാസവും ആ കുടുംബത്തിന് വേണ്ട ആവശ്യ സാധനങ്ങൾ നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന്. ഒപ്പം മറ്റു പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നു. ആ മഹാമനുഷ്യൻ്റെ ആ മഹാപ്രഖ്യാപനം കണ്ട് ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന 5 അംഗങ്ങളടങ്ങിയ ഒരു കുടുംബം, 3 കുട്ടികളും ഉപ്പയും ഉമ്മയും ഉൾപ്പെടെ 5 അംഗങ്ങളടങ്ങിയ ഒരു കുടുംബത്തിൻ്റെ വാർത്തയാണ് പബ്ലിക് കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കൂടി പ്രിയപ്പെട്ട ഖാദർ കാരിപ്പോടി അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല വാർത്തകളും ഒക്കെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് ഇത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ഈ വീടിൻ്റെ ദയനീയമായ അവസ്ഥ, കുട്ടികളുടെ ദയനീയമായ അവസ്ഥ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്ത് പിള്ളേർക്കൊരു സന്തോഷമായ രീതിയിൽ സൈക്കിളൊക്കെ ചവിട്ടി പിള്ളേർ നടക്കട്ടെ, സന്തോഷകരമായ രീതിയിൽ കുട്ടികൾക്ക് സാധാരണ ഒരു കുടുംബം സന്തോഷകരമായ രീതിയിൽ എത്തിക്കുന്നത് പോലെ അവരെയും എത്തിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. ആ കുടുംബത്തിനൊരു വീട് ഉടൻ തന്നെ വെച്ച് നൽകും. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് എൻ്റെ മരണം വരെയും സംരക്ഷണം നൽകും. നിത്യോപയോഗ സാധനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഒരുപാട് പേര് സഹായവുമായി മുന്നോട്ട് വന്നു. പക്ഷേ ആ മഹാമനുഷ്യൻ ഞങ്ങളെ ഞെട്ടിപ്പിച്ചു. റാഫിക്ക കാസർഗോഡിൻ്റെ, അഥവാ ഞങ്ങളുടെ ആ വാർത്ത കണ്ട കേരളത്തിലെ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നൽകുകയാണ്. ആ മഹാമനുഷ്യൻ ഏവരെയും ഞെട്ടിപ്പിച്ചപ്പോൾ ആ കുടുംബം സന്തോഷത്തിൻ്റെ തിളക്കമേറിയ നിമിഷങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്, അഥവാ IDBI ബാങ്കിലുള്ള ആ അക്കൗണ്ട് ഏകദേശം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അതിനകത്ത് ആ അക്കൗണ്ടിൽ വന്നിട്ടുള്ള മുഴുവൻ പണവും ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കായി മാറ്റിവെക്കും. റാഫിക്ക പ്രഖ്യാപിച്ച 12 ലക്ഷത്തിനോടൊപ്പം ഒരു 3 ലക്ഷം രൂപ ചേർത്ത് 15 ലക്ഷം രൂപയുടെ ഒരു വലിയ വീട് തന്നെയാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കാൻ വേണ്ടി പോകുന്നത്. റാഫിക്ക ഞങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വേദനയെ നെഞ്ചകം ചേർത്ത് വെച്ചിട്ട് ആ മഹാമനുഷ്യൻ പറയുന്നു, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ എന്ന്.
റാഫിക്കയുടെ ആ കരുതലിൽ, റിയാസ് കുന്നിലിൻ്റെയും ജാബിർ കുന്നിലിൻ്റെയും വിമിഷ വിനോദിൻ്റെയും ഒക്കെ സ്നേഹത്തിൽ എനിക്ക് ആ വീഡിയോ ഇന്ന് ലോകം മുഴുവൻ വൈറലാക്കാൻ വേണ്ടി സാധിച്ചു. അക്കൗണ്ടിലേക്ക് ഒരുപാട് പേർ എത്രയോ പണങ്ങൾ നൽകിയിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ കണക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ പുറത്തുവിടും. 1 രൂപ പോലും ഞങ്ങൾ മറച്ചു വെക്കില്ല. എല്ലാം വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എത്രയാണ് വന്നിട്ടുള്ളത് എന്ന് എല്ലാം വ്യക്തമായ തെളിവുകളോടുകൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമാക്കി തരും. അതാണ് പബ്ലിക് കേരളയുടെ ചാരിറ്റി പ്രവർത്തനം. 1 രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടുമാകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. റാഫിക്കയെ പോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഒരുപാട് പേർ ബന്ധപ്പെട്ട് പറഞ്ഞു വീട് തരാം, എന്താ ചെയ്യേണ്ടത് എന്ന്. പക്ഷേ എല്ലാവർക്കും മുന്നേ തന്നെ റാഫിക്ക ഞാൻ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അതിനെയാണ് ഞങ്ങൾ ഏറ്റുപിടിച്ചത്. ആ മഹാമനുഷ്യൻ ഒരു വീഡിയോ തന്നെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ വീഡിയോ എത്രയോ ആളുകളാണ് കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് വരും. ആ വീഡിയോ എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും ഷെയർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഒപ്പം ആ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച എല്ലാ ആളുകൾക്കും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. പബ്ലിക് കേരളയുടെ പേരിൽ ഒരുപാട് ആശംസകൾ, അഭിനന്ദനങ്ങൾ, നന്ദി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Stop.